നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നുള്ളതും, വിദ്വേഷങ്ങൾക്കൊപ്പം എന്ത് നേട്ടത്തിനാണെങ്കിലും വോട്ട് ബാങ്ക് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് മുന്നിൽ വന്നാൽ പോലും വിദ്വേഷത്തിനൊപ്പം നിൽക്കില്ല എന്നുള്ളതും, വർഗീയതക്കൊപ്പം നിൽക്കില്ല എന്നുള്ളതും, അങ്ങനെ പറയുന്ന ആളുകളെ സ്വാഭാവികമായിട്ട് മാറ്റി നിർത്തുന്നുള്ളതും ഇരു മുന്നണികളിൽ നിന്നും നമുക്ക് ഉറപ്പ് വാങ്ങാൻ പറ്റണം. ആ ഉറപ്പുണ്ടെങ്കിലേ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരും എന്നുള്ളത് ഇരു മുന്നണികളോടും പറയാൻ കഴിയണം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ ഒരു മനുഷ്യൻ, ആ മനുഷ്യ സ്വാഭാവികമായിട്ട് ഭരണം മാറിക്കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് UDF-ന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നേക്കാം. അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്, BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം NDA-യുടെ ഘടകകക്ഷിയാണ്. പക്ഷേ വെള്ളാപ്പള്ളിക്കോ SNDP-ക്കോ നിലവിൽ പ്രഖ്യാപിത രാഷ്ട്രീയ ആയിട്ടുള്ള അലൈകളൊന്നുമില്ല. അവരെന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇനി അവർ സഭയായിട്ട് UDF ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ ആയിരിക്കാം മേ ബി ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ ഇവരെ സപ്പോർട്ട് ചെയ്തേക്കാം. ആ വേളയിൽ ഇങ്ങനെ വിദ്വേഷം പറയുന്നയാൾ ആണ് അദ്ദേഹമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് നടപടി നിങ്ങൾ എടുക്കും, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? UDF-നോടാണെങ്കിലും LDF-നോടാണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള നടപടികൾ തുടരുമോ, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുമോ എന്ന ചോദ്യം നമ്മൾ നിർബന്ധമായിട്ടും ചോദിക്കണം.